ഹലോ, നമസ്കാരം. നമ്മുടെ അടുക്കളയിൽ അല്ലെങ്കിൽ കടകളിൽ ഭക്ഷണ സാധനങ്ങൾ പൊതുവെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ അല്ലെങ്കിൽ കവറുകളിൽ, ക്ലിംഗ് ഫിലിമിൽ അഥവാ അലുമിനിയം ഫോയിലാണ്, അല്ലേ? നമുക്കറിയാം ഇവയൊന്നും തന്നെ 100% ഫുഡ് സേഫ് അല്ല എന്ന്. അതുപോലെ തന്നെ ഉപയോഗശേഷം കളയേണ്ടി വരുമ്പോൾ ഇവയൊന്നും തന്നെ മണ്ണിൽ ചേരുന്നവയുമല്ല, അതായത് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ തേനീച്ച മെഴുക് അഥവാ ബീസ് വാക്സ് ഉപയോഗിച്ച് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് 100% ഓർഗാനിക് ഫുഡ് റാപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ബീസ് വാക്സ് അഥവാ തേനീച്ച മെഴുക് 100% ഫുഡ് സേഫും ബയോഡിഗ്രേഡബിളുമാണ്. കാരണം ബീസ് വാക്സ് തേൻ ഉണ്ടാകുമ്പോൾ പ്രകൃതിയിൽ തന്നെ ഉണ്ടായി വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ധൈര്യമായി തന്നെ നമുക്ക് ബീസ് വാക്സ് റാപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഭക്ഷണ സാധനങ്ങളെ സൂക്ഷിക്കാവുന്നതാണ്. 100% കോട്ടൺ തുണിയിൽ ബീസ് വാക്സും വെളിച്ചെണ്ണയും അലിയിച്ച് ചേർക്കുമ്പോൾ അത് ബീസ് വാക്സ് ഫുഡ് റാപ്പായി ഉപയോഗിക്കാം. ഫുഡ് റാപ്സ് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. അതായത് മെഴുകുതിരിക്ക് ഉപയോഗിക്കുന്ന മെഴുകും ബീസ് വാക്സും രണ്ടും രണ്ടാണ്. അതായത് സാധാരണ മെഴുക് പെട്രോളിയം ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. മാത്രവുമല്ല അത് ഡീഗ്രേഡ് ചെയ്യാൻ നൂറ്റാണ്ടുകൾ തന്നെ എടുക്കും. അപ്പോൾ നമ്മുടെ ഈ ഭൂമി സംരക്ഷിക്കാൻ പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യുന്ന ബീസ് വാക്സ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ബീസ് വാക്സിന്റെ ബ്ലോക്ക് ഷേവ് ചെയ്തെടുക്കാനായിട്ട് ഒരു വെജിറ്റബിൾ പീലറാണ്. ഇതിപ്പോൾ നമ്മുടെ എല്ലാവരുടെയും തന്നെ അടുക്കളയിൽ കാണും, അല്ലേ? അടുത്തതായി ആവശ്യമുള്ളത് ഒരു ബേക്കിംഗ് ട്രേ ആണ്. അത് നമുക്ക് അലുമിനിയം ഫോയിലോ അഥവാ പാച്ച്മെന്റ് പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ ഉപയോഗിച്ച് ലൈൻ ചെയ്യാം. പിന്നെ വളരെ കുറച്ച് വെളിച്ചെണ്ണ. അവസാനമായി വേണ്ടിയത് കഴുകി ഉണക്കിയ 100% കോട്ടൺ തുണിയാണ്. ഇതിനായി പഴയ ബെഡ്ഷീറ്റ്സ്, ഷർട്ട്സ് ഒക്കെ ഉപയോഗിക്കാം. കഴുകിയ നെയ്ത്തുള്ള കോട്ടൺ തുണി ആയാൽ മതി. ഞാൻ ഇന്ന് 2 രീതികളിൽ ബീസ് വാക്സ് റാപ്പ് ഉണ്ടാക്കി കാണിക്കാം. ആദ്യത്തെ രീതിയിൽ ബേക്കിംഗ് ട്രേയുടെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തുണി മുറിച്ചെടുക്കാവുന്നതാണ്. ആകെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം ഉള്ളതിനേക്കാൾ 2 ഇഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണമെന്ന് മാത്രം. ഇത്തിരി വലുപ്പം കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോയാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ വരും. തുണിയുടെ മുകളിൽ ഇതുപോലെ ബീസ് വാക്സ് ഷേവിങ്സും വെളിച്ചെണ്ണയും വിതറി പ്ലേസ് ചെയ്യണം. വെളിച്ചെണ്ണ വൈറ്റ് സോളിഡ് ആയിരിക്കുന്നത് കാര്യമാക്കണ്ട, ഇവിടെ തണുപ്പ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ടാട്ടോ. നമ്മുടെ ഉദ്ദേശം തേനീച്ച മെഴുകും വെളിച്ചെണ്ണയും തുണി ഇഴകളിൽ അലിഞ്ഞു ചേരണം എന്നതാണ്. ഇതിനൊരു കൃത്യമായ അളവില്ല. ആകെ ശ്രദ്ധിക്കേണ്ടത് ബീസ് വാക്സ് ആണ് കൂടുതൽ ആവശ്യം, വെളിച്ചെണ്ണ വളരെ കുറവ് മതിയാകും. അപ്പോൾ മെഴുകും എണ്ണയും അലിയിക്കാൻ നമുക്കിതൊരു അവനിലേക്ക് വെക്കാം. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 2 to 3 മിനിറ്റ്സ് മതിയാകും. അവനിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴേക്കും മെഴുക് പെട്ടെന്ന് തന്നെ ഉണങ്ങി തുടങ്ങും. അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്കിതുപോലെ ടോങ്സ് ഉപയോഗിച്ച് തുണി ട്രേയിൽ നിന്ന് എടുക്കണം. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ടോങ്സ് അല്ലെങ്കിൽ ഗ്ലവ്സ് ഉപയോഗിക്കാം. മെഴുക് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നത് കാരണം എനിക്കിത് കയ്യിൽ പിടിക്കാവുന്ന ചൂടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബീസ് വാക്സ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ പേടിക്കേണ്ടതായ ഒന്നും തന്നെ ഇല്ല. കാരണം ഇത് ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഫംഗലുമാണ്. അതുകൂടാതെ ആന്റി വൈറൽ പ്രോപ്പർട്ടീസും ഇതിനുണ്ട്. പിന്നെ അവനിൽ നിന്ന് എടുത്ത ശേഷം ഇതുപോലെ നിങ്ങളുടെ തുണിയിൽ ഒരുപാട് കൂടുതൽ വാക്സ് ഉണ്ടെങ്കിൽ വേറൊരു തുണി ട്രേയിൽ വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ മെഴുക് ഡ്രിപ്പ് ചെയ്യിപ്പിച്ചാൽ മതിയാകും. ഒരു പെയിന്റ് ബ്രഷ് ഉപയോഗിച്ച് അപ്പോൾ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മെഴുക് തുണിയിലേക്ക് പെട്ടെന്ന് അലിഞ്ഞു ചേരാൻ സഹായിക്കും. അതുപോലെ തന്നെ മെഴുക് എല്ലാ ഇടങ്ങളിലും പിടിച്ചിട്ടില്ല എങ്കിൽ, അതായത് തുണി ഉണങ്ങുമ്പോൾ സ്റ്റിഫ് ആയിട്ടില്ല എങ്കിൽ അത് ശരിയാക്കാൻ നമുക്ക് രണ്ടാമത്തെ രീതി ഉപയോഗിക്കാം. ഒരു ബേക്കിംഗ് പേപ്പർ അഥവാ ഗ്രീസ് പ്രൂഫ് പേപ്പറിലേക്ക് തുണി വെക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം ബീസ് വാക്സ് ഇടാം. നിങ്ങളുടെ വീട്ടിൽ അഥവാ അവൻ ഇല്ലെങ്കിൽ ഈ രീതിയിൽ ബീസ് വാക്സ് റാപ്സ് ഉണ്ടാക്കാവുന്നതാണ്. മെഴുക് കൂടുതലും എണ്ണ വളരെ കുറച്ചും തുണിയിൽ വിതറി ഇതുപോലെ വേറൊരു ബേക്കിംഗ് പേപ്പർ മുകളിൽ വെച്ച് തേപ്പൊട്ടി ഉപയോഗിച്ച് മെഴുകും എണ്ണയും ഈ രീതിയിൽ തുണിയിൽ അലിയിപ്പിച്ച് ചേർക്കാവുന്നതാണ്. ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ ഇതാണ് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതി. കാരണം എല്ലാ ഇടങ്ങളിലും ബീസ് വാക്സ് ഒരുപോലെ പടർന്നു ചേരും. അപ്പോൾ നന്നായി തേച്ച ശേഷം പെട്ടെന്ന് തന്നെ ബീസ് വാക്സ് റാപ്സ് ഒരു അയയിൽ ഉണങ്ങാനിടാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ആട്ടി ഉണക്കിയാൽ മതി. ബീസ് വാക്സ് റാപ്സ് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ബീസ് വാക്സ് റാപ്പ് ഉപയോഗിക്കാമെന്ന് നോക്കാം.
ഇത് കുറച്ച് റവയാണ് ഈ ഗ്ലാസ് ബോട്ടിലിൽ. ഇപ്പോൾ കാണുന്നത് പോലെ കൈയിന്റെ ചൂടുകൊണ്ട് ബീസ്വാക്സ് റാപ്പ് ഏത് ആകൃതിയിലും മോൾഡ് ചെയ്യാവുന്നതാണ്. ബീസ്വാക്സ് റാപ്സ് ഭക്ഷണ സാധനങ്ങളുടെ ഈർപ്പം നിലനിർത്താനും എയർ ടൈറ്റ് ആയി സൂക്ഷിക്കാനും സഹായിക്കുന്നു. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് റാപ്സ് ഫ്ലെക്സിബിൾ ആക്കാനാണ്. ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങളും റാപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ ബീസ്വാക്സ് റാപ്പ് ഉപയോഗിക്കാം. സാൻഡ്വിച്ച് റാപ്പറായിട്ടും ഉപയോഗിക്കാം. ബീസ്വാക്സ് റാപ്പ് ഉപയോഗിച്ച് പച്ച ഇറച്ചിയോ മീനോ സൂക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ റാപ്സിൽ നിന്നും മെഴുക് കഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ബീസ്വാക്സ് റാപ്പുകൾ നന്നായി സൂക്ഷിക്കുകയാണെങ്കിൽ 1 വർഷം വരെയും ഉപയോഗിക്കാം. അതിനുശേഷം അവ റീഫ്രഷ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ കോമ്പോസ്റ്റിൽ ഇടാവുന്നതാണ്. ഇനി വരുന്ന ആഴ്ചകളിൽ ബീസ്വാക്സ് റാപ്പിന് വേണ്ടുന്ന കെയറിനെ കുറിച്ചും അവ വേറെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ വീഡിയോ ഉപയോഗപ്പെടുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.